ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ, അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ആ ആളുകളുടെ ചെരുപ്പടി ശബ്ദം മയ്യത്ത് കേൾക്കുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, ഫഇൻ കാന മുഅ്മിനൻ, ആ മരണപ്പെട്ട വ്യക്തി അവൻ മുഅ്മിനാണെങ്കിൽ, കാനത്തി സ്വലാത്തു ഇൻദ റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്ത് അവന്റെ നമസ്കാരം ഉണ്ടാകും. വകാന സിയാമു അൻ യമീനിഹി, അവന്റെ വലതു ഭാഗത്ത് അവൻ അനുഷ്ഠിച്ച നോമ്പുകൾ ഉണ്ടാകും. വകാനത്തി സകാത്തു അൻ ശിമാലിഹി, അവൻ നൽകിയ സകാത്ത്, അവൻ നൽകിയ സമ്പത്തിന്റെ ഓഹരി അത് അവന്റെ ഇടതു ഭാഗത്തുണ്ടാകും. വകാന ഫിഅലുൽ ഖൈറാത്ത് മിനസ് സദഖത്തി വസ്സിലതി വൽ മഅറൂഫ് വൽ ഇഹ്സാനി ഇലൻ നാസി ഇൻദ റിജ്ലൈ, അവന്റെ രണ്ട് കാൽപാദങ്ങളുടെ അടുക്കൽ അവൻ നിർവഹിച്ച നന്മകൾ, അവൻ ചെയ്ത സദഖകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ, അവൻ ചെയ്ത നന്മകളെല്ലാം അവന്റെ കാൽഭാഗത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫയുഅ്താ മിൻ ഖിബലി റഅസിഹി, അങ്ങനെ അവന്റെ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ, ഫതഖൂലു സ്വലാ, നമസ്കാരം ആ മലക്കുകളോട് പറയുകയാണ്, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ല. അങ്ങനെ അതാ ശിക്ഷയുടെ മലക്കുകൾ വലതുഭാഗത്തിലൂടെ കടന്നു വരികയാണ്. നോമ്പ് പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ല. ഇടതുഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ സകാത്ത് പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ ഈ ഭാഗത്തിലൂടെ താങ്കൾക്ക് പ്രവേശനമില്ല. അങ്ങനെ കാൽഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ അവിടെയും അവൻ ചെയ്ത നന്മകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അത് വിളിച്ചു പറയുകയാണ്, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ശിക്ഷയെ തടുക്കുകയാണ്. അവൻ്റെ 4 ഭാഗത്തിലൂടെയും അവന് സംരക്ഷണം ഒരുക്കുകയാണ്. അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവൻ ചെയ്ത നന്മകൾ അവന് അവിടെ ഒരു ഖബറിൽ അവന് മുതൽ കൂട്ടാവുന്ന കാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നാൽ കാഫിറായ വ്യക്തിയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി പറയുന്നു, വ ഇന്നൽ കാഫിറ ഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി, കാഫിറായ ഒരു വ്യക്തി അവൻ്റെ തലഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ, ലം യൂജദ് ശൈഉൻ, അവനെ തടുക്കാൻ, ആ ശിക്ഷയെ ചെറുക്കാൻ ഒന്നും തന്നെ അവൻ്റെ പക്കലില്ല. അവൻ്റെ വലതുഭാഗത്തിലൂടെ വരുന്നുണ്ട്, ഇടതുഭാഗത്തിലൂടെ വരുന്നുണ്ട്, അവൻ്റെ കാൽപാദങ്ങളിലൂടെയെല്ലാം ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ അതിനെ ഒന്ന് തടുക്കുവാൻ, അതിനെ ഒന്ന് ചെറുക്കുവാൻ കാഫിറായ വ്യക്തിയുടെ അടുക്കൽ ഒരു നന്മയും ഉണ്ടാവുന്നില്ല, ഒന്നും തന്നെ അവൻ്റെ പക്കൽ അവശേഷിക്കുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി നന്മകൾ ചെയ്യുക. പ്രത്യേകിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ഫറായിദുകൾ, അതിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാകണം നാം ഓരോരുത്തരും. നമസ്കാരവും സകാത്തും റമദാനിലെ നോമ്പും അതുപോലെ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക, ഇത്തരത്തിലുള്ള അള്ളാഹു നിർബന്ധമാക്കിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്.